ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം മുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 13-ാമത്തെ ശ്ലോകത്തിന്റെ അവസാന 4 ശ്ലോകങ്ങൾ. രഘുഗണ രാജാവും ജഡഭരതനും തമ്മിൽ കൂടുതൽ സംഭാഷണം. ശ്ലോകം 23 മുതൽ 26 വരെ വായിക്കാം. നമോ മഹദ്ഭ്യോസ്തു നമഃ ശിശുഭ്യോ നമോ യുവഭ്യോ നമ ആവടുഭ്യഃ. യേ ബ്രാഹ്മണാ ഗാമവധൂതലിംഗാ ചരന്തി തേഭ്യഃ ശിവമസ്തു രാജ്ഞാം. ശ്രീശുക ഉവാച ഇത്യേവമുത്തരാമാത സവയേ ബ്രഹ്മർഷിസുധാ സിന്ധൂപതയ ആത്മസാതത്വം വിഗണയത പരാനുഭാവ പരമകാരുണികതയോപദിശ്യ രഘുഗണേന സകരുണാമഭിവന്ദിത ചരണ ആപൂർണാർണവ ഇവ നിബൃധാ കരണോർമ്യാശയോ ധരണീമിമാം വിചചാര. സൗവീരപതിരപി സുജനാ സമവഗതാ പരമാത്മാ സതത്വ ആത്മന്യവിദ്യാധ്യാരോപിതാം ച ദേഹാത്മമതിം വിസസർജ. ഏവം ഹി നൃപാ ഭഗവതാശ്രിതാശ്രിതാനുഭാവഃ. രാജോവാച യോ ഹാ വാ ഇഹ ബഹുവിധാ മഹാഭാഗവത ത്വയാ വിഹിതാ പരോക്ഷേണ വചസാ ജീവലോകഭവാദ്ഭാസ. ഹ്യാര്യാമനീഷയാ കൽപ്പിതവിഷയോ നാഞ്ജസാ വ്യുൽപന്നലോകസമധിഗമ അധാ തദ്ദേവൈതദ്ദുരാവഗമം സമവേദാനുകൽപേന നിർദ്ദിശ്യതാമിതി. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 5 അധ്യായം 13. രഘുഗണ രാജാവും ജഡഭരതനും തമ്മിൽ കൂടുതൽ സംഭാഷണങ്ങൾ. ശ്ലോകം 23. നമോ മഹദ്ഭ്യോസ്തു നമഃ ശിശുഭ്യോ നമോ യുവഭ്യോ നമ ആവടുഭ്യ. യേ ബ്രാഹ്മണാ ഗാമവധൂതലിംഗാ ശരന്തി തേഭ്യഃ ശിവമസ്തു രാജ്ഞാം. വിവർത്തനം.
ഭൂമിയുടെ ഉപരിതലത്തിൽ കുട്ടികളായോ ബാലകരായോ അവധൂതരായോ മഹാബ്രാഹ്മണരായോ സഞ്ചരിക്കുന്ന മഹാവ്യക്തിത്വങ്ങൾക്കായി ഞാൻ എൻ്റെ ആദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അവർ വിഭിന്ന ശാരീരിക വേഷങ്ങളിൽ ഗോപ്യരായാണ് കഴിയുന്നതെങ്കിലും ഞാൻ അവർക്ക് എൻ്റെ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. അവരുടെ കാരുണ്യത്താൽ സദാ അവരോട് അപരാധങ്ങൾ ചെയ്യുന്ന രാജകീയ കുലങ്ങളിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ. ശ്ലോകം 24. ശ്രീശുക ഉവാച ഇത്യേവമുത്തരാമാദ സ വൈ ബ്രഹ്മർഷിസുത സിന്ധുപതയാ ആത്മസാ തത്വം വിഗണയത പരാനുഭാവ പരമകാരുണികതയോപദിശ്യ രഘുഗണേന സകരുണാമഭിവന്ദിത ചരണ ആപൂർണാർണവ ഇവ നിഭൃത കരണോർമ്യാശയോധരണിമിമാം വിജചാര. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല ശുകദേവ ഗോസ്വാമി തുടർന്നു. എന്റെ പ്രിയപ്പെട്ട രാജാവേ, അല്ലയോ ഉത്തരമാതാവിന്റെ പുത്ര, പല്ലക്ക് ചുമക്കുവാൻ നിർബന്ധിതനാക്കുക വഴി തന്നെ അപമാനിച്ച രഘൂഗണ രാജാവിനെതിരെ ജഡഭരതന്റെ മനസ്സിലപ്പോൾ അസംതൃപ്തിയുടെ ചില തരംഗമാലകൾ ഉണർന്നിരുന്നെങ്കിലും ജഡഭരതൻ അത് അവഗണിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സ് വീണ്ടും ഒരു സമുദ്രം പോലെ ശാന്തമായി തീർന്നു. രഘുഗണനാൽ അപമാനിക്കപ്പെട്ടെങ്കിലും ജഡഭരതൻ ഒരു മഹാപരമഹംസനായിരുന്നു. ഒരു വൈഷ്ണവൻ എന്ന നിലയിൽ ഹൃദയത്തിൽ ദയയുണ്ടായിരുന്നതിനാൽ അദ്ദേഹം ആത്മാവിന്റെ വ്യവസ്ഥാപിതാവസ്ഥ രാജാവിനെ പറഞ്ഞുകൊടുത്തു. രഘുഗണ രാജാവ് അദ്ദേഹത്തിന്റെ പാദപങ്കജങ്ങളിൽ ദയനീയമായി ക്ഷമയാചിച്ചതിനാൽ ജഡഭരതൻ താൻ അപമാനിതനായ സംഭവം വിസ്മരിച്ചു. അതിനുശേഷം അദ്ദേഹം മുമ്പെന്ന പോലെ ലോകം മുഴുവൻ അലഞ്ഞു തിരിയാൻ ആരംഭിച്ചു. ഹരേ കൃഷ്ണ. ശ്ലോകം 25. സൗവീര്യപതിരഭി സുജന സമവഗത പരമാത്മസതത്വ ആത്മന്യ വിദ്യാദ്യാരോപിതാം ച ദേഹാത്മമതിം വിസസർജ ഏവം ഹേ നൃപ ഭഗവതാ ശാസ്ത്രിതാനുഭാവ. ഹരേ കൃഷ്ണ. വിവർത്തനം. മഹാഭക്തനായ ജഡഭരതനിൽ നിന്ന് പാഠങ്ങൾ സ്വീകരിച്ച സൗവീര രാജ്യത്തിന്റെ രാജാവായ രഘുഗണൻ ആത്മാവിന്റെ വ്യവസ്ഥാപിതമായ അവസ്ഥയെക്കുറിച്ച് സമ്പൂർണ്ണ അവബോധമുള്ളവനായി തീർന്നു. അപ്രകാരം അദ്ദേഹം ശരീര സങ്കല്പം പൂർണ്ണമായും ഉപേക്ഷിച്ചു. എന്റെ പ്രിയപ്പെട്ട രാജാവേ, ഏതൊരുവൻ ഭഗവാന്റെ സേവകന്റെ ശരണം സ്വീകരിക്കുന്നുവോ അവൻ തീർച്ചയായും മഹത്വവൽക്കരിക്കപ്പെടും. എന്തുകൊണ്ടെന്നാൽ അവന് ശരീര സങ്കല്പം അനായാസം ഉപേക്ഷിക്കുവാൻ കഴിയുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 26. രാജോവാച യോഹാവായിഹ ബഹുവിധ മഹാഭാഗവത ത്വയാഭിഹിത പരോക്ഷേണ വജസ ജീവലോകഭവാദ്വാസാഹാര്യ മനീഷയ കൽപിത വിഷയോ നാഞ്ജസാ വ്യുത്പന്ന ലോക സമധിഗമ അത തദേവൈതദ്കുതൂരവഗമം സമവേദാനുകൽപേന നിർദ്ദിശ്യതാമിതി. വിവർത്തനം. പരീക്ഷിത്ത് മഹാരാജാവ് അപ്പോൾ ശുകദേവ ഗോസ്വാമിയോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഭഗവാൻ, അല്ലയോ മഹാഭക്തനായ മുനി, അങ്ങ് സർവജ്ഞനാണ്. വനത്തിലെ വ്യാപാരിയോട് ഉപമിച്ചിട്ടുള്ള ബദ്ധാത്മാവിന്റെ അവസ്ഥ അങ്ങ് ഹൃദ്യമായി വിവരിച്ചു. ഈ നിർദ്ദേശങ്ങളിൽ നിന്ന് ശരീര സങ്കല്പത്തിലുള്ള ഒരുവന്റെ ഇന്ദ്രിയങ്ങൾ ആ വനത്തിലെ കള്ളന്മാരും പിടിച്ചുപറിക്കാരെയും പോലെയാണെന്നും അവന്റെ പത്നിയും സന്താനങ്ങളും കുറുനരികളും മറ്റു ക്രൂര മൃഗങ്ങളുമാണെന്നും ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ തന്നെയായാലും ബുദ്ധിഹീനർക്ക് ഈ കഥയുടെ ഭാവാർത്ഥം ഗ്രഹിക്കാൻ വളരെ എളുപ്പമല്ല. കാരണം ഈ ദൃഷ്ടാന്ത രൂപ കഥകളിൽ നിന്ന് അവയുടെ യഥാർത്ഥ അർത്ഥം പറിച്ചെടുക്കുക ദുഷ്കരമാണ്. അതിനാൽ വിശുദ്ധനായ അങ്ങ് ഇവയുടെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം പറഞ്ഞു തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീമദ് ഭാഗവതം 5-ാം സ്കന്ധം 13-ാം അധ്യായം. രഘുഗണ രാജാവും ജഡഭരതനും തമ്മിൽ കൂടുതൽ സംഭാഷണങ്ങൾ എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഉഷാമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ രഘുഗണ രാജാവിന് ജഡഭരതൻ ഈ ഭൗതിക ലോകത്തിൽ ആസ്വാദനത്തിനായി വരുന്ന ജീവാത്മാവിനുണ്ടാകുന്ന യഥാർത്ഥ അനുഭവങ്ങളെ കുറിച്ച് വിവരിച്ചു കൊടുത്തു. ആ ജീവാത്മാവിനുണ്ടാകുന്ന ക്ലേശങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിച്ചു പറഞ്ഞ സമയത്ത്
രഘുഗണ രാജാവിനും വലിയ ആശ്വാസമായി, അദ്ദേഹത്തിന് ആത്മീയമായിട്ടുള്ള വലിയൊരു ഉണർവ് ലഭിച്ചു. ഒരു മഹാഭക്തന്റെ സംഘം ലഭിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ആത്മീയ ബോധത്തിലേക്ക് ഉണരാൻ സാധിച്ചു. അങ്ങനെ അദ്ദേഹം ജഡഭരതനെ പ്രണമിച്ചുകൊണ്ട് രഘുഗണ രാജാവ് നമസ്കരിക്കുകയാണ്. അദ്ദേഹം ജഡഭരതനോട് തുറന്നു പറഞ്ഞു, അങ്ങയുടെ ഉപദേശങ്ങളാൽ എനിക്ക് വലിയ ആശ്വാസമുണ്ട്. എൻ്റെ ഹൃദയം ശുദ്ധമായതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നു. എനിക്ക് ആത്മീയ ബോധത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ജഡഭരതന് പ്രണമിച്ചുകൊണ്ട് രഘുഗണ രാജാവ് സംസാരിച്ചു. അപ്പോൾ നമ്മൾ വായിച്ച 23-ാമത്തെ ശ്ലോകത്തിൽ രഘുഗണ രാജാവ് ജഡഭരതനെ മാത്രമല്ല, ജഡഭരതനെ പോലെയുള്ള എല്ലാ മഹാഭക്തന്മാർക്കും പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം ഞാൻ അദ്ദേഹത്തിനോട് അറിയാതെ ജഡഭരതനെ പോലുള്ള ഒരു ഉന്നതനായിട്ടുള്ള ഭക്തനെ അപമാനിച്ചു, അറിയാതെയാണെങ്കിലും. അതുകൊണ്ട് അത് വലിയ തെറ്റായിപ്പോയി. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മഹാത്മാക്കളെയും ഞാൻ പ്രണമിക്കുന്നു എന്നാണ് രഘുഗണ രാജാവ് 23-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമോ മഹദ്ഭ്യോസ്തു നമ ശിശുഭ്യോ നമോ യുവഭ്യോ നമ ആവടുഭ്യ. വ്യത്യസ്ത രൂപങ്ങളിലും വ്യത്യസ്ത പ്രായങ്ങളിലുമുള്ള മഹാഭാഗവതന്മാരുണ്ട്. ഒരു വ്യക്തി ഭാഗവതനാകുന്നത് പ്രായം കൊണ്ടല്ല, അല്ല, ആ വ്യക്തിയുടെ സാക്ഷാത്കാരം കൊണ്ടാണ് ഒരു വ്യക്തി മുക്താത്മാവും പിന്നീട് പരമഹംസനുമായിട്ട് മാറുന്നത്. അപ്പോൾ പല പ്രായത്തിലുള്ള മുക്താത്മാക്കളും പരമഹംസന്മാരും ഉണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. നമോ മഹദ്ഭ്യോ നമ ശിശുഭ്യോ നമോ യുവഭ്യോ. ശിശുക്കളായിട്ടുള്ള പരമഹംസന്മാർ, ഭാഗവത ഉത്തമന്മാർ, നമ്മൾക്കറിയാം അല്ലെ, കുമാരന്മാർ ശിശുക്കളായിട്ടാണ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നത്. ലോകത്തിന് മുഴുവൻ ഭാഗവത തത്വം ഉപദേശിക്കുന്നതിനായി കുട്ടികളുടെ രൂപത്തിലാണ് അവർ, ശിശുക്കളായിട്ടാണ് സഞ്ചരിക്കുന്നത്. ബാലകന്മാരായിട്ടും ഉണ്ട് അല്ലെ. പ്രഹ്ലാദ മഹാരാജാവ് ബാലകനായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരം ലഭിച്ചു. ധ്രുവ മഹാരാജാവ്. അപ്പോൾ ഇങ്ങനെ ഏത് പ്രായത്തിലുള്ളവരും ഭാഗവതന്മാരാകാം. അവർക്കെല്ലാവർക്കും ചിലപ്പോൾ പുറമെ കാണുന്ന സമയത്ത് എനിക്ക് അറിയാൻ സാധിക്കില്ല. ഗാം അവധൂത ലിംഗ, അവർ പല രൂപത്തിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള മഹാത്മാക്കൾക്കും ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ശരന്തിദേവ്യ ശിവമസ്തുരാജ്ഞ. മാത്രമല്ല രാജകുലങ്ങളിൽ ഉള്ളവർക്ക് എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകണം. അങ്ങേപ്പോലുള്ള മഹാത്മാക്കളെ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല. തനിക്ക് പറ്റിയ തെറ്റ് സാധാരണഗതിയിൽ ഈ രാജാക്കന്മാർക്കൊക്കെ പറ്റുന്നതാണ്. അവർ വിചാരിക്കുന്നത് ഞാനാണ് ഏറ്റവും വലിയ ശക്തൻ എന്ന് വിചാരിക്കുന്ന അവരുടെ അഹങ്കാരം കൊണ്ട് ആത്മീയമായിട്ട് ഉയർന്നവരെ കാണാതെ പോകും. അങ്ങനെ അവരോട് അപരാധം ചെയ്യുന്നവർക്കും യാതൊരു ദോഷമുണ്ടാകരുത്, അവർക്കും എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകണം എന്നാണ് രഘുഗണ രാജാവ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ താൻ ചെയ്തു പോയത് വലിയൊരു തെറ്റായിപ്പോയി എന്നുള്ള ഒരു ബോധം ആ രഘുഗണ രാജാവിനുണ്ട്. ജഡഭരതനോട് മാപ്പ് ചോദിക്കാനുള്ള ഉത്കണ്ഠയിലാണ് അദ്ദേഹം എല്ലാവർക്കും പ്രണാമങ്ങൾ അർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ശ്ലോകം 24-ാമത്തെ ശ്ലോകം ശുകദേവ് ബ്രഹ്മർഷി പറയുന്നതാണ്. ഇങ്ങനെ ഇതോടുകൂടി ജഡഭരതനും രഘുഗണ രാജാവും തമ്മിലുള്ള ആ സംഭാഷണം അവസാനിക്കുകയാണ്. അവസാനിപ്പിച്ച ശേഷം ശുകദേവ് ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനോട് പറയുകയാണ്. ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒരൊറ്റ ശ്ലോകത്തിൽ ചുരുക്കി പറയുന്നതാണ് 24-ാമത്തെ ശ്ലോകം. ആദ്യം രഘുഗണ രാജാവ് ജഡഭരതനെ പല്ലക്ക് ചുമക്കാൻ വിളിച്ചതും അദ്ദേഹത്തെ അപമാനിച്ചതും ചെറിയൊരു അലോസരം ജഡഭരതന്റെ മനസ്സിൽ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ മുക്താത്മാക്കളാണെങ്കിലും ആത്മീയമായിട്ട് ഉന്നത നിലവാരത്തിൽ ഉള്ളവരാണെങ്കിലും എല്ലാവരും വ്യക്തികളാണ്. വ്യക്തികൾക്ക് ചിന്തകളും ആഗ്രഹങ്ങളും മാനങ്ങളും അപമാനങ്ങളും എല്ലാം ഉണ്ട് അല്ലെ. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് മുക്താത്മാവായി എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് വികാരങ്ങളൊന്നുമില്ല, വികാരങ്ങളോ വിചാരങ്ങളോ ഒന്നുമില്ല, ചിന്തകളില്ല, അപമാനമില്ല എന്ന് വിചാരിക്കും. അവർക്കും എല്ലാവിധ ചിന്തകളുമുണ്ട്. പക്ഷെ അതവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതിലാണ് വ്യത്യാസം. ഭഗവാന് പോലും കോപമുണ്ട് എന്ന് നമ്മൾക്കറിയാം. കാരണം ഭഗവാൻ വ്യക്തിയാണ്. നമ്മൾ വിചാരിക്കരുത്
ഭഗവാന് കോപമില്ല, ഭഗവാൻ എന്ത് വേണമെങ്കിലും പറയാം, ഭഗവാൻ അതൊക്കെ ക്ഷമിച്ചോളും എന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം എല്ലാവരും വ്യക്തികളാണ് അല്ലെ. നമ്മൾ അതിനൊരു ഉദാഹരണം കണ്ടിട്ടുണ്ടായിരുന്നു. ഭഗവാനോട് മോശമായി സംസാരിച്ച സമയത്ത് ഭഗവാന് ദേഷ്യം വന്നു. അത് നമ്മൾ ഭാഗവതത്തിൽ 3-ാമത്തെ സ്കന്ധത്തിൽ വായിച്ചിട്ടുണ്ട് അല്ലെ. എവിടെ വായിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ആരാണ് ഭഗവാനോട് മോശമായിട്ട് സംസാരിച്ചത്? എപ്പോഴാണ് ഭഗവാന് കോപമുണ്ടായത്? ജയവിജയന്മാരുടെയാണോ പ്രഭു? ജയവിജയന്മാരുടെ സമയത്ത് ഭഗവാന് കോപമുണ്ടായില്ല, അല്ല മഹർഷിമാർക്കാണ് കോപമുണ്ടായത് അല്ലെ. ഹിരണ്യാക്ഷൻ സമുദ്രത്തിൽ ഭഗവാൻ പ്രത്യക്ഷനായ സമയത്ത് ഹിരണ്യാക്ഷൻ വളരെ മോശമായിട്ട് ഭഗവാനോട് സംസാരിച്ചു അല്ലെ. മൃഗമേ എന്നൊക്കെ പറഞ്ഞിട്ട്, നിന്റെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, വനഗോചര എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. അപ്പോൾ ഉള്ളിൽ ഭഗവാന് വലിയ സങ്കടമുണ്ടായി, ദേഷ്യമുണ്ടായി. കാരണം ഇദ്ദേഹം എൻ്റെ പുത്രനാണ്, എന്നിട്ടും ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എല്ലാവരും ഭഗവാന്റെ മക്കളാണ്, അപ്പോൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കോപമുണ്ടായെങ്കിലും, ഭഗവാന് കോപമുണ്ടായെങ്കിലും ഭഗവാൻ അത് പ്രകടിപ്പിച്ചില്ല. കാരണം തൻ്റെ മുഖത്ത് ഭൂമിദേവി ഇരിക്കുന്നുണ്ട്. ആ ഭൂമിദേവിയെ സ്വസ്ഥാനത്ത് കൊണ്ടുവച്ചതിന് ശേഷമാണ് ഭഗവാൻ കോപം പ്രകടിപ്പിച്ചത്. അപ്പോൾ വ്യക്തികൾ എന്നുള്ള നിലയിൽ എല്ലാ ചിന്തകളും ഉണ്ടാവും, പക്ഷെ അതിനെ നിയന്ത്രിക്കുന്നതിലാണ് വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ ജഡഭരതനും തന്നെ അപമാനിച്ച സമയത്ത് ദേഷ്യത്തിന്റെ ഒരു തിര തല്ലിയിട്ടുണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ശാന്തനായി. അത് പ്രകടിപ്പിച്ചിട്ടില്ല. മാത്രമല്ല അദ്ദേഹം ദയയാണ് പ്രകടിപ്പിച്ചത് എന്ന് പറഞ്ഞു. ആ കോപമല്ല പ്രകടിപ്പിച്ചത്. രഘുഗണ രാജാവിനോട് തൻ്റെ ഉള്ളിലുള്ള ജീവദയ, എല്ലാവരും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം, ആത്മതത്വം മനസ്സിലാക്കണം, ഈശ്വരനെ കുറിച്ച് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണം. അങ്ങനെ ഉയർന്ന രീതിയിൽ പ്രവർത്തിക്കാൻ എല്ലാവർക്കും സാധിക്കണം. അതാണ് യഥാർത്ഥ ദയ എന്ന് പറയുന്നത്. ആ ദയയാണ് ജഡഭരതൻ രഘുഗണ രാജാവിനോട് പ്രകടിപ്പിച്ചത് എന്ന് പറയും. അപ്പൊ ഭഗവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട്, ഈ 2 ഗുണങ്ങളും ഭഗവത് ഭക്തന്മാരുടെ പ്രത്യേകമായിട്ടുള്ള ഉയർന്ന ഗുണങ്ങളാണ്. ആ ഗുണങ്ങളെക്കുറിച്ച് കപില ഭഗവാൻ ദേവഹൂതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തിതിക്ഷവ കാരുണിക സുഹൃത സർവദേഹിന അചാത ശത്രവ ശാന്ത സാധവ സാധുഭൂഷണ. സാധുക്കളുടെ ഭക്തന്മാരുടെ ഗുണഗണങ്ങളെ കുറിച്ച് അവിടെ കപില ഭഗവാൻ പറയുന്ന കൂട്ടത്തിൽ പറയുന്ന 2 ഗുണങ്ങളാണ് തിതിക്ഷവ കാരുണിക. തിതിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹനശക്തി. മറ്റുള്ളവർ തന്നെ അപമാനിച്ചാലും, തനിക്ക് മനസ്സിൽ അലോസരം ഉണ്ടായാലും, ദേഷ്യം തോന്നിയാലും അത് സഹിക്കാനുള്ള കഴിവ്, അത് സഹിക്കുക അല്ലെ. മറ്റുള്ളവരത് പ്രകടിപ്പിക്കും, ഭക്തന്മാരത് സഹിക്കും. ആ ഒരു സ്വഭാവം ജഡഭരതനിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. അതേപോലെ കാരുണിക, മറ്റുള്ളവരോടുള്ള ദയ. എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണം, എല്ലാവരും ഭഗവാന്റെ സേവനത്തിലേക്ക് വരാനുള്ള എല്ലാവർക്കും ഭാഗ്യമുണ്ടാകണം. അതാണ് അവരുടെ കാരുണ്യം എന്ന് പറയുന്നത്. ജഡഭരതൻ രഘുഗണ രാജാവിനോട് ആ കാരുണ്യം പ്രകടിപ്പിച്ചു എന്നത്. അതിനുശേഷം അദ്ദേഹം വീണ്ടും ലോകം ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി. ജഡഭരതൻ വീണ്ടും അങ്ങനെ ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി. ആ സമയത്ത് രഘുഗണ രാജാവിനും പൂർണ്ണമായിട്ടും ആത്മീയ ബോധത്തിലേക്ക് ഉയർന്നു വരാൻ സാധിച്ചു. അദ്ദേഹത്തിന് ദേഹബോധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിച്ചു. എങ്ങനെ? വളരെ ലളിതമായി. അദ്ദേഹം വലിയ തപസ്യൊന്നും ചെയ്തിട്ടില്ല. എന്ത് മാത്രമാണ് ചെയ്തത്? ഒരു മഹാഭക്തനിൽ നിന്നും കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി, ഒരു മഹാഭക്തന്റെ സംഘമുണ്ടായി, സമ്പർക്കമുണ്ടായി. അതിലൂടെ തന്നെ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള ഉണർവുണ്ടായി. ശരീരബോധത്തിൽ നിന്ന് പുറത്തു കടന്നു. തൻ്റെ മൂലസ്വരൂപം, ഞാൻ ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ സേവകനാണ് എന്ന് തിരിച്ചറിയാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. പരമാത്മസതത്വം, ആ തത്വം, ആത്മതത്വം മുഴുവൻ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം തപസ്സോ ദാനമോ യജ്ഞമോ വേദപഠനമോ ഒന്നും നടത്തിയത് കൊണ്ടല്ല ഇത് സാധിച്ചത്. എന്തുകൊണ്ടാണ് സാധിച്ചത്? സാധുസംഘം, ആ ഭഗവാന്റെ ഉന്നത ഭക്തനായിട്ടുള്ള ജഡഭരതന്റെ സംഘം കൊണ്ട്. ലവമാത്ര സാധു സംഘേ സർവസിദ്ധി ഹയ.
എന്ന് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്ന കാര്യം ശ്രീല പ്രഭാകർ വിശദീകരിക്കുന്നു. കുറച്ചു നേരത്തെ ഒരു സാധുവിന്റെ ഭഗവത് ഭക്തന്റെ സമ്പർക്കം കൊണ്ട് എല്ലാവിധ സിദ്ധിയും എല്ലാവിധ ആത്മീയ ജ്ഞാനവും ഒരു വ്യക്തിക്ക് ലഭിക്കും. അതിന് ഉദാഹരണമാണ് ജഡഭരതന്റെ സമ്പർക്കം കൊണ്ട് രഘുഗണ രാജാവിനുണ്ടായ ആത്മീയമായിട്ടുള്ള ഉയർച്ച എന്നത്. അതുകൊണ്ട് അദ്ദേഹം എല്ലാവിധ ശരീരബോധവും ഉപേക്ഷിച്ചു. ജഡഭരതൻ നിർദ്ദേശിച്ചതുപോലെ അദ്ദേഹം പൂർണ്ണമായിട്ടും സന്യാസ ക്രമത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ രഘുഗണ രാജാവും ആത്മീയ മാർഗത്തിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങിത്തിരിച്ചു. 26ാമത്തെ ശ്ലോകത്തിൽ പരീക്ഷിത് മഹാരാജാവ് ശുകദേവ ബ്രഹ്മർഷിയോട് കൂടുതൽ സംശയങ്ങൾ ചോദിക്കുന്നതാണ്. ഈ ഒരു അധ്യായത്തിൽ ജഡഭരതൻ ഭൗതിക ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന ജീവാത്മാവ് ഒരു വനത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യാപാരിയെ പോലെയാണ് എന്ന് ആലങ്കാരികമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വനത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ വെച്ച് ജീവനുണ്ടാകുന്ന ക്ലേശങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആലങ്കാരികമായി പറഞ്ഞത് സാധാരണ വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ആ അലങ്കാരങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പ്രത്യക്ഷമായിട്ട് നേരിട്ട് വിശദമാക്കണം എന്നാണ് പരീക്ഷിത് മഹാരാജാവ് ശുകദേവ് ബ്രഹ്മർഷിയോട് അപേക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ അടുത്ത അധ്യായത്തിൽ നമ്മൾക്ക് ശുകദേവ് ബ്രഹ്മർഷി ആ ഒരു അലങ്കാരങ്ങളെല്ലാം എന്തിനാണ് ഉദ്ദേശിച്ചത്, ഇവിടെ കൊതുകുകളെ കുറിച്ച് പറയുന്നുണ്ട്, മൂങ്ങകളെ കുറിച്ച് പറയുന്നുണ്ട്, കുറുനരികളെ കുറിച്ച് പറയുന്നുണ്ട്, പൊട്ടക്കിണറിനെ കുറിച്ച് ആഴം കുറഞ്ഞ നദികളെ കുറിച്ച് പറയുന്നുണ്ട്, കഴുകന്മാരെ കുറിച്ചും കുരുവികളെ കുറിച്ചും പറയുന്നുണ്ട്, പേടിച്ച് അരണ്ട ആനയെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ എന്തിനെയാണ് ഉദ്ദേശിച്ചത്? നമ്മൾ നേരത്തെ വായിക്കുന്ന സമയത്ത് തന്നെ അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എടുത്തു ചോദിക്കുകയാണ് ശുകദേവ് ബ്രഹ്മർഷിയോട് പരീക്ഷിത് മഹാരാജാവ് ചെയ്യുന്നത്. അതിന് ഉത്തരം അടുത്ത അധ്യായത്തിൽ ശുകദേവ് ബ്രഹ്മർഷി നൽകുന്നുണ്ട്. നമുക്കത് അടുത്ത ദിവസം വായിക്കാം. അപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ബുദ്ധി പ്രഭുജി ജപിച്ചോ. ഹരേ കൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ ഭാസാദി ഗൗരഭക്ത